വിശുദ്ധമായ ഖുർആനിലെ 6 ആയത്തുകൾ മാത്രമുള്ള അതിശ്രേഷ്ഠമായ ഒരു കുഞ്ഞു സൂറത്തുണ്ട്. ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠത ഒരുപാട് കിതാബുകളിൽ കാണാം. ആ ഒരുപാട് ശ്രേഷ്ഠതകളിൽ 20 വലിയ നേട്ടങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ 6 ആയത്തുകൾ മാത്രമുള്ള കുഞ്ഞു സൂറത്ത്. ഈ സൂറത്ത് എപ്പോഴൊക്കെ ഓതണം, എത്ര പ്രാവശ്യം ഓതണം, ഏതൊക്കെ കാര്യങ്ങൾക്ക് ഓതണം വിശദമായി പറയുന്നതോടൊപ്പം തന്നെ ഈ സൂറത്ത് ഇനി പറയാൻ പോകുന്ന രൂപത്തിൽ ഓതിയാൽ മൂലക്കുരു പോലെയുള്ള അസുഖം, അർശസ് മൂലക്കുരു അല്ലേ, ഒരുപാട് പേര് വേദനകൾ തിന്നുന്ന, ഒരുപാട് പൈസ മുടക്കി ചികിത്സിക്കുന്ന ഒരു അസുഖമാണ്. അള്ളാഹു തആല കാക്കുമാറാവട്ടെ. അപ്പോൾ ആ ഒരു അസുഖത്തിൽ നിന്നുള്ള വമ്പൻ ശിഫ, വേഗത്തിൽ ശിഫ കിട്ടാൻ ഇൻഷാ അള്ളാഹ് ഈ സൂറത്ത് ഇനി ഈ ക്ലാസ്സിൽ പറയുന്ന രൂപത്തിൽ ഓതിയാൽ വലിയ ശിഫ ഉണ്ടാകും, മാറ്റമുണ്ടാകും. ഇത് അനുഭവമുള്ള ആളുകൾ പറഞ്ഞത് ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു എന്ന് മാത്രം. അപ്പോൾ ഏതാണ് ആ സൂറത്ത്, എങ്ങനെയാണ് അത് ഓതേണ്ടത്, എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത്, അതിൻ്റെ മഹത്വങ്ങൾ ഏതൊക്കെ വിശദമായി ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. ഇനിയുള്ള പരിശുദ്ധമായ ശഅബാനിൻ്റെ മറ്റ് ദിവസങ്ങളിലൊക്കെ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ മറന്നു പോവണ്ട. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അൽഹംദുലില്ലാഹ് പടച്ച തമ്പുരാൻ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് പേരുണ്ട്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവുമുള്ള ദീർഘായുസ്സ് നൽകട്ടെ. എല്ലാ പ്രയാസ പ്രശ്നങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മളെ കരകയറ്റുമാറാവട്ടെ. മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, കുടുംബപരമായ പ്രതിസന്ധികൾ, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ തന്നെ പ്രവാസികളായ ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള സലാമത്തും ബറക്കത്തും നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുണ്യമായ ശഅബാൻ മാസത്തിൻ്റെ ഈ പവിത്രമായ ദിനം മുതൽ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പമുള്ള ഒരു അമൽ ഇൻഷാ അള്ളാഹ് നിങ്ങളിലേക്ക് പറഞ്ഞു തരുകയാണ്. വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം, പക്ഷെ അതിൻ്റെ പ്രതിഫലമോ വമ്പൻ പ്രതിഫലം, വലിയ പ്രതിഫലമാണ്. ഉസ്താദേ, നിങ്ങൾ ഈ വമ്പൻ പ്രതിഫലം, വലിയ പ്രതിഫലം എന്നൊക്കെ വെറുതെ ഇങ്ങനെ അടിച്ചു വിടുകയാണോ, ഇതൊക്കെ ഉള്ളതാണോ എന്നൊക്കെ പല ആളുകൾക്കും വീണ്ടും സംശയമുണ്ടാവാം. സംശയങ്ങൾ പലപ്പോഴായി നമ്മൾ പറഞ്ഞതാണ്, അതിൻ്റെ ഉത്തരവും പറഞ്ഞതാണ്. ഇതൊക്കെ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയുന്നതല്ല. മഹത്തുക്കളായ പണ്ഡിതന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ആളുകൾ ചോദിക്കും, ഹദീസിലുണ്ടോ, ഹദീസിലുണ്ടോ, ഇത് ഖുർആനിലുണ്ടോ? ഖുർആനിലും ഹദീസും മാത്രമല്ലല്ലോ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം ഖുർആൻ, ഹദീസ്. അത് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഖുർആനുണ്ട്, ഹദീസുണ്ട്, ഇജ്മാ ഉണ്ട്, ഖിയാസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഖുർആനിലും ഹദീസിലും ഇജ്മായിലും ഖിയാസിലുമെല്ലാം എല്ലാത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള ഒരു അമൽ ജീവിതത്തിൽ ചെയ്താൽ ഇൻഷാ അള്ളാഹ് വലിയ പ്രതിഫലമാണ്. അതിനെപ്പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നിസ്കാരം നിലനിർത്തി കൊണ്ടുപോകുന്ന, നിത്യമാക്കി കൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ നമ്മൾ ഈ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതാറില്ലേ ഉണ്ടല്ലോ. ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ സൂറത്ത് ഓതാറുണ്ട്. അപ്പോൾ ഈ സൂറത്ത് ഓതുമ്പോൾ ഒരു 6 ആയത്ത് മാത്രമുള്ള ഒരു സൂറത്ത് ഇൻഷാ അല്ലാഹ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്. ആ സൂറത്ത് ഓതിയാൽ ഒരാൾക്ക് കിട്ടുന്നത് 20 വലിയ പ്രതിഫലങ്ങൾ, 20ഓളം 20 അല്ല 20ൽ അധികം പ്രതിഫലങ്ങളുണ്ട്. നമ്മൾ ഇന്ന് പറയുന്നത് അതിൽ നിന്നും തിരഞ്ഞെടുത്ത 20 പ്രതിഫലങ്ങളാണ്. അപ്പോൾ ഏതാണ് ആ സൂറത്ത്? വിശുദ്ധമായ ഖുർആനിലെ 109ാമത്തെ സൂറത്താകുന്ന 6 ആയത്തുകൾ മാത്രമുള്ള മക്കയിൽ അവതരിച്ച വിശുദ്ധമായ ഖുർആനിൻ്റെ റുബുഉൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/4 എന്ന് മഹത്തുക്കളായ മഹാന്മാരായ ആളുകൾ പരിചയപ്പെടുത്തി തന്ന വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ കാഫിറൂൻ നമുക്ക് എല്ലാവർക്കും അറിയാം. സൂറത്തുൽ കാഫിറൂൻ, ആ സൂറത്തുൽ കാഫിറൂനിൻ്റെ മഹത്വമാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ വിശദീകരിച്ച് പറയാൻ പോകുന്നത്. അയ്യേ, ഈ സൂറത്താണോ? ഇത് ഞങ്ങൾക്കറിയാം. ആയിക്കോട്ടെ, പക്ഷേ ഈ സൂറത്ത് അറിയാം. ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം അറിയോ? അതും പോട്ടെ, ഈ സൂറത്ത് എവിടെയാ ഓതേണ്ടതെന്നറിയോ? ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാം. ആദ്യം തന്നെ ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് പഠിക്കാം. ഒന്നാമത്, വിശുദ്ധമായ ഖുർആനിലെ 109ാമത്തെ സൂറത്താണ്.
അതായത് വലിയ സൂറത്തല്ല, തീരെ കുഞ്ഞു സൂറത്തുമല്ല, മീഡിയം സൂറത്തുമല്ലാതെ എന്താ പറയുക, കുറച്ച് ആയത്തുകൾ മാത്രമുള്ള വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ജുസ് അമ്മ ജുസ്, ആ അമ്മ ജുസിലെ ഏകദേശം തീരാറാകുമ്പോഴുള്ള ഒരു സൂറത്താണ്. വലിയ ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. 6 ആയത്തുകളുള്ള സൂറത്താണ്. രണ്ടാമത്തെ പ്രത്യേകത 6 ആയത്തുള്ള സൂറത്താണ്. മൂന്നാമത്തേത് മക്കയിൽ അവതരിച്ച സൂറത്താണ്. മക്കയിൽ അവതരിച്ച സൂറത്തുണ്ട്, മദീനയിൽ അവതരിച്ച സൂറത്തുണ്ട്. ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ്. നാലാമത്തെ മഹത്വമാണ് റുബുൽ ഖുർആൻ, 4/1. 4/1 പറഞ്ഞാൽ ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഒരാൾ ഓതിയാൽ ഖുർആനിൻ്റെ 4/1 ഭാഗം ഓതിയവന് കിട്ടുന്ന പ്രതിഫലം പോലോത്ത പ്രതിഫലം അള്ളാഹു അവനിക്ക് നൽകും. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്, ആ സൂറത്ത് സുലുസുൽ ഖുർആനാണ്. ഖുർആനിൻ്റെ 1/3. അതായത് ഖുർആനിനെ 3 ഭാഗമാക്കിയാൽ അതിൽ ഒരു ഭാഗം ഓതിയവനെ പോലെയുള്ള പ്രതിഫലം കിട്ടും സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം ഓതിയാൽ. എന്നാൽ റുബുൽ ഖുർആനാണ് എന്ത്, സൂറത്തുൽ കാഫിറൂൻ. അതായത് ഒരു പ്രാവശ്യം ഓതിയാൽ ഖുർആനിനെ 4 ഭാഗമാക്കി അതിൽ ഒരു ഭാഗം ഓതിയവനെ പോലത്തെ പ്രതിഫലം കിട്ടും. അല്ലാഹു തആല ആ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും ആ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാലോ? ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി ശ്രേഷ്ഠത പറയാം. എല്ലാവരും ഒന്നിച്ചു ഓതുക. പിന്നെ ഓതാൻ പറ്റാത്ത ഉമ്മമാരുണ്ട് എങ്കിൽ ഈ ഓതുന്നത് കേട്ടിരുന്നാൽ മതി. പല ആളുകളും ചോദിച്ചു, ഉസ്താദെ ഞങ്ങൾക്ക് ഈ നിസ്കാരമില്ലാത്ത സമയത്ത് ഉസ്താദിൻ്റെ ക്ലാസ്സൊക്കെ കേൾക്കാമോ? ഒരു കുഴപ്പമില്ല, കേൾക്കാം. ഒരു കുഴപ്പമില്ല, കേൾക്കാം. അതുപോലെ തന്നെ നമ്മുടെ വൈകുന്നേരം മഗ്‌രിബിന് ശേഷമുള്ള ദിക്റിൻ്റെ മജ്‌ലിസിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. പക്ഷെ അതിനകത്ത് ആയത്തുകളൊക്കെ ഓതുന്ന സമയത്ത് എന്ത് ചെയ്യുക, അത് കേട്ടിരിക്കുക. ബാക്കി ദിക്റുകളും സ്വലാത്തുകളും പറയുമ്പോൾ അത് കൂടെ ചൊല്ലാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നോക്കി സൂറത്തൊന്ന് ഓതിയാലോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد ലക്കും ദീനുക്കും വലിയ ദീൻ. സ്വദഖല്ലാഹുൽ അലീം. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. റുബുൽ ഖുർആൻ, ഇത് ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ നമുക്ക് കിട്ടുന്ന ഖുർആനിൻ്റെ 4/1 ഭാഗം ഓതിയ പ്രതിഫലമാണ്. റബ്ബ് കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഇനി 5ാമത്തെ പ്രതിഫലം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ശപിക്കപ്പെട്ട പിശാചിന്, ഇബ്ലീസിന് ഏറ്റവും വെറുപ്പുള്ള സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. ഏറ്റവും വെറുപ്പുള്ള സൂറത്താണ് ഈ പിശാചിന് വെറുപ്പുള്ള സൂറത്തായതോടെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സൂറത്ത്. 6ാമത്തെ പ്രത്യേകത അതാണ്. പിശാചിന് വെറുപ്പായതുകൊണ്ട് അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. 7ാമത്തേത് തൗഹീദ് എന്താണ്, ഷിർക്ക് എന്താണ്, ബഹുദൈവ ആരാധന എന്താണ്, അതുപോലെ തന്നെ ഏകദൈവ ആരാധന എന്താണ്, തൗഹീദ് ഷിർക്ക്, ഇതിനെ ഇത്രമാത്രം പ്രതിപാദിക്കുന്ന വേറെ സൂറത്തില്ലെന്നാണ്. തൗഹീദ് എന്താണ്, ഷിർക്ക് എന്താണെന്നുള്ള വളരെയധികം സ്പഷ്ടമായി പറയുന്ന സൂറത്താണ് ഈ സൂറത്ത്. 8ാമത്തേത് ഉറങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ എഴുന്നേൽക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ കാവൽ അവൻ്റെ മേലുണ്ടാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. 9ാമത്തേത് സുബഹി നമസ്കാരത്തിന് ശേഷം ഒരാൾ നെഞ്ചിൽ കൈവച്ചിട്ട് വലത് കൈപ്പത്തി അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഒരു പ്രാവശ്യം സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ അവൻ്റെ ഈമാൻ, അവൻ്റെ വിശ്വാസം ഉറക്കുന്നതാണ്. നെഞ്ചിൽ കൈവച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂറത്ത് ഓതാൻ നമ്മെ കൊണ്ട് പറ്റുമോ എങ്കിൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ ഈമാൻ ഉറക്കുന്നതാണ്. 10ാമത്തേത് കണ്ണേറ് പറ്റിയവരെ, സിഹർ ബാധിച്ചിട്ടുണ്ട് എന്ന് സംശയമുള്ളവരെ, അതുപോലെ അസൂയ, മറ്റുള്ളവർ അസൂയ തൊട്ടുള്ള കാവൽ കിട്ടാൻ നമുക്ക് ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതി ശ്വി എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ളങ്കയിലേക്ക് ഓതിയിട്ട് നമ്മുടെ ശരീരത്ത് തടകാവുന്നതാണ്.
11-ാമത്തേത് യാത്ര പോകുന്നതിന് മുമ്പ് ഈ സൂറത്ത് ഓതിയാൽ ആ യാത്രയിൽ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. 12 ഇൻ്റർവ്യൂ, ജോലി ശരിയാവാതെ വിഷമിക്കുന്നവരെ സൂറത്തുൽ കാഫിറൂൻ ഒരു 101 പ്രാവശ്യമോ 333 പ്രാവശ്യമോ ഒക്കെ നീയത്താക്കിയിട്ട് ഓതുക, നല്ല രൂപത്തിൽ ഓതുക. എങ്കിൽ അതിൻ്റെ എന്താണോ ഖൈർ അത് നിങ്ങൾക്ക് എത്തുന്നതാണ്. 13-ാമത്തേത് മാറാ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ആ രോഗത്തിൽ നിന്നുള്ള വലിയ ശിഫയാണ്, ആ രോഗങ്ങളിൽ നിന്നുള്ള വലിയ കാവലാണ് ഈ സൂറത്ത്. 14-ാമത്തേത് പിശാചിൻ്റെ ഉപദ്രവം ഏതൊക്കെ തരത്തിലുണ്ടാകാൻ പറ്റുമോ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ, കുഞ്ഞു കുട്ടികൾ, അവരൊക്കെ പലപ്പോഴും കരയാറുണ്ട്, ഉറക്കത്തിൽ നെട്ടി എഴുന്നേറ്റ് കഴിയാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മന്ത്രിച്ചു കൊടുക്കാൻ പറ്റിയ സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. 15-ാമത്തേത് ഈ സൂറത്ത് ഓതുന്നത് നിത്യമാക്കിയാൽ ഷിർക്ക്, ദീനിൽ നിന്നും തെറ്റിപ്പോകുന്ന അവസ്ഥയെ തൊട്ടുള്ള കാവലുണ്ടാകും. 16-ാമത്തേത് മാനസികമായ വിഭ്രാന്തി അനുഭവിക്കുന്നവരുണ്ട്, ഈ ഫിക്സ് രോഗം വരുന്നവരുണ്ട്. ഫിക്സ് രോഗം വരുന്നവർ, മാനസിക പ്രയാസം, മാനസിക പിരിമുറുക്കം, മാനസിക രോഗം, അവർക്കൊക്കെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുക്കാൻ പറ്റിയ സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. 17-ാമത്തേത് ദാരിദ്ര്യം, എല്ലാവരും ഭയക്കുന്ന രോഗമാണ് ദാരിദ്ര്യം, ഫഖർ. അള്ളാഹുവേ ദാരിദ്ര്യത്തെ തൊട്ട് കാക്കണേ അല്ലാ. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ കഴിക്കാനൊന്നുമില്ല, കുടിക്കാനൊന്നുമില്ല, എല്ലാം കാലി. അത് മാത്രമല്ല ദാരിദ്ര്യം. ദാരിദ്ര്യം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല രൂപത്തിലാണ് വരുന്നത്. ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ ഒരു യാത്രയൊക്കെ പോകുമ്പോൾ കയ്യിൽ പൈസ കരുതാറില്ല, എല്ലാം ഫോണിൽ ഉണ്ടാകും. ഫോണിൽ ചിലപ്പോൾ നമ്മുടെ ATM കാർഡിൽ കയ്യിലുണ്ടാകും, അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ പൈസ ഉണ്ടാകും, കയ്യിൽ പൈസ ഉണ്ടാവില്ല. ചില സ്ഥലത്തൊക്കെ ചെന്നാൽ നമ്മൾ ക്യാഷ് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ കോടിക്കണക്കിന് രൂപ നമ്മുടെ ഫോണിലുണ്ട്, അക്കൗണ്ടിലുണ്ട് എന്ന് പറഞ്ഞാലും അവർക്ക് പറ്റൂല, അവർക്ക് പൈസ തന്നെ കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ പെട്ടുപോവാതിരിക്കാൻ ഈ ഒരു സൂറത്ത് നമ്മൾ നിത്യമാക്കിയാൽ ഇൻഷാ അള്ളാഹ് വലിയൊരു ഫലം നമുക്കതിൽ കാണാൻ പറ്റുന്നതാണ്. 18-ാമത്തേത് മരിക്കുന്ന സമയം, അല്ലെ എപ്പോഴാണോ മരിക്കുന്നതെന്ന് അറിയില്ല, മരിക്കുന്ന സമയത്ത് കെലിമ പറഞ്ഞ് നല്ല റാഹത്തായ മരണം അള്ളാഹു നൽകും ഈ സൂറത്ത് നിത്യമാക്കിയാൽ. 19-ാമത്തേത് ഉദയസമയം, അതായത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഈ സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ അന്നത്തെ ദിവസം അള്ളാഹു അവൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത് നടത്തി കൊടുക്കുമെന്നാണ്. അതുപോലെ 20-ാമത്തേത് തൊവാഫിന് ശേഷം, നമ്മളിപ്പോൾ ഹജ്ജ് ഉംറക്കൊക്കെ പോകുമ്പോൾ തൊവാഫ് ഉണ്ടല്ലോ, ആ തൊവാഫിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ആ സുന്നത്ത് നിസ്കാരത്തിൻ്റെ ആദ്യത്തെ റക്അത്തിൽ ഓതൽ ഏറ്റവും പുണ്യമുള്ള സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. 21-ാമത്തേത് വ്യാഴാഴ്ച മഗ്രിബ് നിസ്കാരം. വ്യാഴാഴ്ച മഗ്രിബ് നമസ്കാരത്തിൻ്റെ ആദ്യത്തെ റക്അത്തിൽ ഏറ്റവും സുന്നത്തായ സൂറത്ത്, ഓതൽ സുന്നത്തായ സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. 22-ാമത്തേത് മറ്റു സുന്നത്ത് നിസ്കാരങ്ങളിലും ഒക്കെ നമുക്ക് ഈ സൂറത്ത് ഓതിയാൽ വലിയ പ്രതിഫലമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരുപാട് പേര് ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ചെറുപ്പക്കാരികളിലും ചെറുപ്പക്കാരന്മാരിലും, അതായത് യുവാക്കളിലും യുവതികളിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ അർശസ്, മൂലക്കുരുവിൻ്റെ അസുഖം. അള്ളാഹു കാക്കുമാറാവട്ടെ. അതായത് ഈ ഒരുപാട് നേരം ഇപ്പോൾ ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന പരിപാടിയാണല്ലോ, ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന പരിപാടി. അതുപോലെ തന്നെ നമ്മൾ ഈ രാത്രി കാലങ്ങളിൽ ഒരുപാട് ഭക്ഷണം, ജങ്ക് ഫുഡുകളൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ ഒരുപാട് വരാറുണ്ട്. കൊളസ്ട്രോൾ കൂടുന്നു, ഷുഗർ കൂടുന്നു, പ്രഷർ കൂടുന്നു. അത്തരത്തിലുള്ള ഒരു അസുഖമാണ് ഈ അർശസ് പോലെയുള്ള, മുലക്കൂർ പോലെയുള്ള അസുഖം. അള്ളാഹു കാക്കുമാറാവട്ടെ, ആമീൻ. അപ്പോൾ അത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നുള്ള കാവൽ കിട്ടാൻ ആത്മീയമായ സൂറത്തുകളെ അടിസ്ഥാനമാക്കി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ചികിത്സയാണ് നമ്മൾ ഈ സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. സുബഹി നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. തഹജ്ജുദ് അല്ല ഉദ്ദേശിക്കുന്നത്. സുബഹി ബാങ്ക് വിളിച്ചതിന് ശേഷം ഫർദ് നിസ്കാരം നിസ്കരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. ആ നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ നമ്മൾ ഫാത്തിഹ ഓതി അതിനുശേഷം അലം നശ്റഹ് എന്ന സൂറത്ത്, അലം നശ്റഹ് ലക സദ്റക് എന്ന് പറയുന്ന സൂറത്ത് ഓതുക. ആ സൂറത്ത് ഓതിയിട്ട് ഉടൻ തന്നെ മറ്റൊരു സൂറത്ത്, ഏത് സൂറത്ത്? ഈ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക. എന്നിട്ട് റുക്കൂ പോവുക, റുക്കൂ, ഇഅ്തിദാല്, സുജൂദ്, 2ാമത്തെ സുജൂദ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ 2ാമത്തെ റക്അത്ത്. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതിയിട്ട് ആദ്യം ഓതേണ്ട സൂറത്ത് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്ത്. ആ സൂറത്ത് ഓതിയിട്ട് അതിന് ശേഷം ഓതേണ്ട സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്. എന്നിട്ട് ആ സൂറത്ത് ഓതി നമ്മൾ നിസ്കാരം റുക്കൂം സുജൂദൊക്കെ ചെയ്ത് പൂർത്തിയാക്കുക. ഇത്
ഒരു 11 ദിവസം നമ്മൾ നിത്യമായി കൊണ്ടുപോയാൽ ഇൻഷാ അള്ളാഹ് ആ അസുഖത്തിൽ നിന്നുള്ള ഷിഫാ എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് സ്വന്തമായിട്ട് അറിയാൻ പറ്റും, പടച്ചോനെ ഈ രോഗം എനിക്ക് കുറയുന്നുണ്ടെന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു തോന്നലുണ്ടാകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ആ സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ നമ്മൾ ഫാത്തിഹ ഓതിയതിന് ശേഷം ആദ്യം ഓതേണ്ട സൂറത്ത് അലം നശ്റഹ് ലക സുദ്റക് എന്ന് പറഞ്ഞ സൂറത്തു ശറഹ് ഓതുക. അതോടൊപ്പം തന്നെ ആ സൂറത്ത് ശറഹ് ഓതിയിട്ട് രണ്ടാമത് ഓതേണ്ടത് ഏത് സൂറത്താണ്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൂറത്ത്. രണ്ടാമത്തെ റക്അത്തിൽ ആദ്യം ഫാത്തിഹയ്ക്ക് ശേഷം ഓതേണ്ട സൂറത്ത് അലം തറ കൈഫ എന്ന് പറയുന്ന സൂറത്തുൽ ഫീൽ. അത് കഴിഞ്ഞ് നമ്മൾ ഓതേണ്ടത് ആ അലം തറ കൈഫ എന്ന സൂറത്ത് ഓതിയതിന് ശേഷം ഉടൻ തന്നെ ഓതേണ്ട സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പോൾ 2 റക്അത്ത് നിസ്കാരത്തിൽ 4 ചെറിയ സൂറത്തുകൾ ഇത് ഓതിയിട്ട് ഒരു 11 ദിവസം ഓതി നോക്കിക്കേ, ഇൻഷാ അള്ളാഹ് വലിയ മാറ്റമുണ്ടാകും. അള്ളാഹു തആല ഇങ്ങനെ പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈറും സലാമത്തും ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം പടച്ച തമ്പുരാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.